പന്തളംതെക്കര ഗ്രാമപഞ്ചായത്തിലെ ചെർലയം വാർഡിൽ 13-ാം വാർഡിൽ ഹൈബ്രിഡ് റംബുട്ടാൻ കൃഷി ചെയ്യുന്ന അലക്സ് ടി കോശിക്ക് എന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഹൈബ്രിഡ് റംബൂട്ടാൻ വളരെ ലാഭകരമായിട്ട് കൃഷി ചെയ്യുന്ന പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ ഇളംതോട്ടത്തിൽ വീട്ടിൽ അലക്സ് ടി കോശി അവരെ പരിചയപ്പെടാം. വളരെ ലാഭകരമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണിത്. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് റംബൂട്ടാൻ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് അലക്സ് ടി കോശി പറയുന്നതാണ്. ഓക്കെ. റംബൂട്ടാൻ കൃഷിയിലേക്ക് വരാനുണ്ടായ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റാന്നി ഭാഗത്തൂടി യാത്ര ചെയ്യുമ്പോൾ അവിടെ മിക്കവാറും എല്ലാ വീടുകളുടെയും മുമ്പിൽ റംബൂട്ടാൻ ഫലങ്ങൾ നെറ്റിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ എനിക്ക് സാധിച്ചു. അതെനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് ഏറ്റവും ഒരു മനസ്സിന് സന്തോഷവും തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആശയം തോന്നി. ഞാൻ വസിക്കുന്ന അടൂർ താലൂക്കിലെ പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള കൃഷിയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ നാട്ടിൽ നാടൻ റംബൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഫലങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് കഴിക്കുമ്പോൾ അതിൻ്റെ മാതള ഭാഗങ്ങൾ കൂടുതൽ അടർന്നു വരാറില്ല. വായിട്ട് ഒഴുപ്പി തുപ്പിക്കളയുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ അത് എനിക്ക് അതിനോടൊരു താല്പര്യക്കേട് തോന്നി. ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ബന്ധു പൊൻകുന്നത്ത് നിന്ന് വരികയും അദ്ദേഹം കുറച്ച് റംബൂട്ടാൻ അവിടെ നിന്ന് എനിക്ക് കൊണ്ടുതരികയും ചെയ്തു. അത് ഹൈബ്രിഡ് റംബൂട്ടാൻ ഫലങ്ങളായിരുന്നു. നല്ല അത് വലിയ കാഴ്ചയും നല്ല വലിപ്പവും അതിൻ്റെ മാംസഭാഗങ്ങൾ കഴിക്കാൻ വളരെ എളുപ്പവും രുചികരവുമായി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും ആ ഹൈബ്രിഡ് തൈകൾ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആദ്യമേ ഞാൻ ട്രയലായിട്ട് വെക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം 7 വർഷമായിട്ട് എനിക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുകയും ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇത്രയും പടർന്ന് പന്തലിച്ച റംബൂട്ടാൻ മരങ്ങൾ കാണാൻ സാധിക്കത്തില്ല എന്ന് തന്നെ പലരും എന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങൾ വളരെ മാംസം നിറഞ്ഞതാണ്. കഴിക്കാൻ വളരെ ടേസ്റ്റിയും സുഗമവുമാണ്. അത് വളരെ ആരോഗ്യ സമ്പുഷ്ടി തരുന്ന ഒരു ഫലമാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ നമുക്ക് വളരെയധികം ലഭിക്കും. വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പന്നിശല്യമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാനിതിൽ കൂടുതൽ ഈ കൃഷിയോട് ഇൻട്രസ്റ്റ് കാണിച്ചത്. ഇതെനിക്ക് വളരെ ലാഭകരമായി തന്നെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നു.